നമ്മൾക്ക് തന്നെ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവില് ഷർഫുദ്ദീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എപ്പോഴും പ്രേമം ഗാങ് എന്നുള്ളൊരു പൊളിക്കാനാണ് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രേമം ഗാങ് എന്നുള്ളൊരു ടാഗ് പൊളിക്കാനാണ് നിങ്ങൾ ആ ഒരു പ്രേമ സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടും ഒരു ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ പ്രേമം കഴിഞ്ഞിട്ട് ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ ഈ പ്രേമം ഗ്യാങ് എന്ന് പറയുന്ന ആ ടാഗ് പൊട്ടണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനാണ് എല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളായ സിജു ആണെങ്കിലും കിച്ചു ആണെങ്കിലും ശബരി ആണെങ്കിലും അവർ ഇൻഡിവിജ്വലി സിനിമകൾ ചെയ്യാനും അവർ ആ രീതിയിൽ അവരുടെ റൂട്ടുകൾ അവർ ഇത് ചെയ്യാനാണ് അവർ നോക്കുന്നത്. പ്രേമം ഗാങ് എന്നുള്ളൊരു ടാഗ് പൊളിക്കാനുള്ള ശ്രമം സിജു വിൽസന്റെ ഭാഗത്തുനിന്ന് ഉള്ളതുണ്ട്. ടീം പൊളിക്കാന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും തമ്മിൽ പൊളിച്ച് വേറെ വഴിക്ക് പോകാന്നുള്ളതല്ല. അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചില കോമ്പിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള ആൾക്കാരായിട്ട് തന്നെ ഇങ്ങനെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റേഷനാണ്. ഈ കോമ്പിനേഷൻസും സംഭവങ്ങളൊക്കെ റിപ്പീറ്റേഷൻസാണ്. ഒരു ആസ് ആൻ ആക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോഴും സെയിം സംഭവം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വേറെ ആക്ടേഴ്സിൻ്റെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്താണ് കുറച്ചും കൂടി എന്താ പറയുക വേറെ രീതികളും കാര്യങ്ങളൊക്കെ കൈവരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് മനഃപൂർവ്വമായിട്ട് തന്നെ എല്ലാവരും ചെയ്തൊരു സംഭവമാണ്. പിന്നെ നമ്മളെ കണ്ട് മടുക്കരുത്. എപ്പോഴും ഒരേ ഗ്രൂപ്പിൽ പ്രേമം ഗ്യാങ് ഇപ്പൊ ഈവൻ ഹാപ്പി വെഡിങ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്തും പ്രേമം ഗ്യാങ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇത് അല്ലെങ്കിൽ ആ ഒരു ലേബലിൽ ഒരു ഒറ്റ ലേബലിൽ പെട്ടുപോകാനായിട്ട് നമുക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇയാൾ ഈ ക്യാരക്ടർ മാത്രം സേഫായിട്ട് ചെയ്യുന്ന ആളാണ് എന്ന് പറയുന്നത്. എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആവണം, അല്ലെങ്കിൽ അങ്ങനത്തെ ആർട്ടിസ്റ്റുകളാവണം എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രഥമമായിട്ടുള്ള ആഗ്രഹം. നിങ്ങൾ പ്രേമം സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഇൻഡിവിജ്വൽ അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു? അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കോമ്പിനേഷൻ ആയിട്ട് വന്ന സിനിമകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കോമ്പിനേഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് തന്നെ കാണുമ്പോൾ ചില സമയത്ത് വേറെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ട് നമ്മളെ തന്നെ മടുക്കുന്ന ഒരു രീതിയിലേക്ക് വരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് തന്നെയാണ്. പിന്നെ ഇൻഡിവിജ്വലി നമ്മൾ വളർന്നു കഴിയുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടുള്ള സിനിമകൾ നമുക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്കിഷ്ടമുള്ള കണ്ടന്റുകൾ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഇഷ്ടങ്ങൾ കാണും. ഒരു ടീമാണെന്നുണ്ടെങ്കിലും ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക എല്ലാവരും യുണീക്കാണ്. യുണീക്ക് കേപ്പബിലിറ്റീസും യുണീക്ക് ടാലൻസും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ആ ടാലൻറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ സിനിമകളിലും. അപ്പോൾ ലീഡായിട്ടുള്ള പടങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റും എല്ലാ സിനിമകളിലും. അപ്പോൾ ആ ഒരു ശ്രമം മനഃപൂർവ്വമായിട്ട് തന്നെ എല്ലാവരും ശ്രമിക്കുന്നതാണ്.